പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. ഇതിനോടകം നിത്യജീവൻ്റെ പാതയിൽ പല വ്യക്തികളുടെയും ജീവിതങ്ങളിൽ തമ്പുരാൻ ഇടപെട്ടതും അവരെയൊക്കെയും ദൈവകൃപയാൽ വളരെയധികം ഉയർത്തിയതും വിവിധ തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളായും വിവിധ തലങ്ങളിലെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി അധ്വാനിച്ചവരെ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് ചങ്ങനാശ്ശേരിക്കടുത്ത് 4 കോടിയിലുള്ള പുതുജീവൻ ട്രസ്റ്റിൻ്റെ തുടക്കക്കാരനാകുവാൻ കർത്താവ് ഇടയാക്കിയ ഏതാണ്ട് 28 വർഷക്കാലം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായി ജീവിച്ച അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടുകയും തൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ പലപ്പോഴും മറ്റെല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ തന്നെ നിരാശയിലും ജീവിതം തന്നെ ഒടുക്കുവാനും തീരുമാനമെടുക്കേണ്ടി വന്ന മനുഷ്യനെ കർത്താവ് സ്പർശിച്ചപ്പോൾ ആ ജീവിതം എത്രയോ സ്വന്തം ജീവിതത്തിലെ തകർച്ചകളും സ്വന്തം ജീവിതത്തിലെ നിരാശകളും എത്രയോ മനുഷ്യർക്ക് പ്രത്യാശയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി. അദ്ദേഹത്തിൻ്റെ അധരങ്ങളിലൂടെ അവ ശ്രവിക്കുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരിക്കടുത്തുള്ള 4 കോടിയിലെ ഈ പുതുജീവൻ ട്രസ്റ്റിലേക്ക് നമുക്ക് പോകാം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നഗരത്തോട് ചേർന്നുള്ള 4 കോടിയിലുള്ള പുതുജീവൻ എന്ന സ്നേഹക്കൂടാരത്തിലേക്കാണ് ഇന്നു നാം കടന്നു ചെല്ലുന്നത്. കേരള പോലീസിൽ ഹെഡ് കോൺസ്റ്റബിളായി സേവനം ചെയ്തുവരുന്ന കാലഘട്ടങ്ങളിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ സുവിശേഷ ദീപം സമൂഹത്തിലെ കണ്ണുനീർ തുടച്ചു നീക്കുവാനായി പ്രകാശിപ്പിച്ച ഒരു വ്യക്തിയുടെ ദർശനവും കാഴ്ചപ്പാടുകളുമാണ് ഈ കൂടാരത്തെ വ്യത്യസ്തമാക്കുന്നത്. ഇത് വടക്കുംമുറി ജോസഫ് എന്ന മുൻ നിയമപാലകൻ. ലോകത്തിന്റെ നിയമങ്ങൾക്കപ്പുറം കാൽവരിയിൽ പ്രഘോഷിക്കപ്പെട്ട സർവ്വതും പങ്കുവയ്ക്കുന്ന സ്നേഹത്തിന്റെ നിയമപാലകൻ. നമ്മുടെ സമൂഹത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട വ്യക്തികൾക്കും സമൂഹം പുറന്തള്ളിയ മറ്റനേകർക്കും താങ്ങും തണലുമാകുന്ന പുതുജീവൻ എന്ന ഈ സ്ഥാപനത്തിന്റെ ശില്പി ഇന്ന് ഈ സ്ഥാപനത്തിന്റെ പേരുപോലെ തന്നെ അനേകം ജീവിതങ്ങൾക്ക് പുതുജീവൻ നൽകുന്നു. നിത്യജീവന്റെ പാതയിൽ അനേക വ്യക്തികൾ, വിവിധ ജീവിത തുറകളിലുള്ളവർ തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ യേശു സ്പർശനം ഏറ്റുകഴിഞ്ഞപ്പോൾ ദൈവകൃപ അവരിലേക്ക് കടന്നു വരികയും അതാത് ജീവിത നിലവാരത്തിനനുസൃതമായ രീതിയിൽ കർത്താവ് അവരെ മനോഹരമായിട്ട് ഉപയോഗിച്ചതും അവരുടെ ജീവിതങ്ങൾ അനേകർക്ക് മാതൃകയായതും നമ്മൾ കണ്ടു. ഇന്നേ ദിവസം ശാലോം ടി വിയിലെ ജോസഫ് ചേട്ടൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ദൈവാനുഭവം എപ്രകാരം നമ്മളെ, ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നുവല്ലോ, അവിടെ നിന്നും ഇപ്പോഴിങ്ങനെ ഒരു ശുശ്രൂഷകനായി തീർന്നത് എങ്ങനെയെന്ന് പങ്കുവയ്ക്കുവാനും അത് ശാലോം പ്രേക്ഷകർക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. എപ്രകാരമാണ് ഇതുപോലുള്ള ശുശ്രൂഷകൾ ആരംഭിക്കാൻ ഇടയായത്, അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാമോ? അതിന് മുമ്പ് ഞാനൊരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ജീവിതത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, ധാർമ്മിക ബോധമില്ലാത്ത ഒരു സമൂഹമാണ് ഇവരെന്നുള്ളത്. അത് വ്യത്യസ്തമല്ലാത്ത രീതിയിലായിരുന്നു എൻ്റെയും ജീവിതം. ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടന്നപ്പോഴും അന്നത്തെ എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തോട് ഇപ്രകാരം പറയുമായിരുന്നു, പോലീസിലോ കോടതിയിലോ എനിക്ക് ജോലി തരരുതേ. എന്നാൽ വിപരീതമായി എനിക്ക് കിട്ടിയത് ട്രിവാൻഡ്രം സിറ്റി പോലീസിലേക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തലേദിവസം വൈകുന്നേരം 7 മണിക്ക് ഞാനും 7 കന്യാസ്ത്രീകളും കൂടി പാളയം സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, നിനക്ക് അരുത് എന്ന് പറഞ്ഞതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കരുതേ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ജോയിൻ ചെയ്യുക. എന്നാൽ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അരുത് എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ വിചാരിച്ചു, ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഒരു വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചു.
നേരെ ചങ്ങനാശ്ശേരിയിൽ വന്ന് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, എനിക്കൊരു വിവാഹം നടത്തി തരണം. അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം 8 മക്കളുള്ള കുടുംബത്തിലെ ഏക വരുമാനം എൻ്റേത് മാത്രമാണ്. ദാരിദ്ര്യം കൊണ്ട് നട്ടം തിരിയുന്ന കുടുംബത്തിലെ ഏക വരുമാനക്കാരൻ ഞാനാണ്. എൻ്റെ മൂത്തവർ നിൽക്കുന്നു വിവാഹം കഴിക്കാൻ. അപ്പോൾ അമ്മയും അച്ചായനും സഹോദരങ്ങളൊക്കെ എടാ ഇപ്പം നീ വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നു. പറ്റത്തില്ല, എനിക്ക് വിവാഹം കഴിച്ചേ പറ്റൂ. കാരണം എന്നോട് ചോദിച്ചു. ഞാൻ കാരണം പറഞ്ഞില്ല. എനിക്ക് വിവാഹം കഴിച്ചിട്ടേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ നീ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ സെലക്ട് ചെയ്തു 1-2 പെൺകുട്ടികളുടെ പേര് പറഞ്ഞു. നല്ല ജോലിയുണ്ട്, നല്ല സാമാന്യ ചുറ്റുപാടുണ്ട്. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മനസ്സിന് അന്ന് ഇണങ്ങിയ, ഇന്നും ഇണങ്ങിയ രീതി നിൽക്കുന്ന ആ ഒരു സ്ത്രീയെ കണ്ടു. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ആഗ്രഹം ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. വിവാഹം നടത്തി തന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ചോദിച്ചാൽ, ഒരു നല്ല കുടുംബജീവിതം നയിക്കുക, ഈ സമൂഹത്തിലെ മാന്യനായിട്ട് ജീവിക്കുക. അപ്പോൾ കുടുംബമാകുമ്പോൾ മക്കൾ വേണം. അപ്പോൾ 1, 2, 3 വർഷം കഴിഞ്ഞ് പോയിട്ട് എൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നില്ല. പിന്നെ ഭാര്യ ഗർഭിണിയായി. 13 അബോർഷൻ എൻ്റെ ഭാര്യയ്ക്കുണ്ടാകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഭാര്യ ചികിത്സിച്ച് 7 മാസം ഗർഭിണിയായി. ആ കുട്ടിയെ തിരുവല്ല പുഷ്പേരി ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ച് അപ്പോൾ തന്നെ മരിച്ചു പോകുന്നു. അതിനുശേഷം എൻ്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും കൊണ്ട് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. അവിടെ 6 മാസം ചികിത്സിച്ച് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് തിരിച്ച് ചങ്ങനാശ്ശേരി വന്നിട്ട്, അന്ന് ഞാൻ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കാലഘട്ടമാണ്. വീണ്ടും ഭാര്യ ഗർഭിണിയായി. ഗർഭിണിയായ മുതൽ കങ്ങഴ MGDM ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് പൂർണ്ണ വിശ്രമം കൊടുത്ത് ഭാര്യ അവിടെ കിടത്തി ചികിത്സിക്കുകയായിരുന്നു. പക്ഷേ 8 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടായി. അപ്പോൾ യൂട്രസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുകയാണ്, അബോർട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി. അന്നത്തെ ഏറ്റവും വലിയൊരു ഇഞ്ചക്ഷനാണ് പ്രൊഫാസി 5000 എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനുണ്ട്. 5000 രൂപ വിലയുള്ള ആ ഇഞ്ചക്ഷനാണ് കുത്തിവെച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ചികിത്സയ്ക്ക് ഒരു മുടക്കവും വരുത്തിയില്ല. 8 മാസം കഴിഞ്ഞപ്പോൾ വെളുപ്പിന് 5 മണിക്ക് ഭാര്യ പ്രസവിക്കുന്നു. ഒരു ആൺകുഞ്ഞാണ്. ആ കുഞ്ഞിനോടൊത്ത് 14 ദിവസം ഞാൻ ആ ഇൻക്യുബേറ്ററിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. എങ്ങോട്ടും പോകുന്നില്ല. എന്തെങ്കിലും കൂടെ തന്ന കഴിക്കും, അങ്ങനെ ഇരുന്നു. 14 ദിവസം കഴിഞ്ഞ് 15-ാം ദിവസം രാവിലെ 8 മണിക്ക് ആ കുട്ടി മരിക്കുന്നു. ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി. ആ ആശുപത്രിക്ക് ചുറ്റും വരാന്തിൽ നടന്നു. ഞാൻ ആ കുട്ടിയുടെ ജഡമേറ്റ് വാങ്ങണം. അപ്പോൾ അത് ഓർത്തഡോക്സ് പള്ളിയാണ്, അവരുടെയാണ് MGDM ആശുപത്രി. അവിടുത്തെ മാനേജരച്ഛനും ഞാനോട്ട് വളരെ ബന്ധമുണ്ട്. അച്ഛൻ പറഞ്ഞ് കുട്ടിയുടെ ശവം ഏറ്റുവാങ്ങണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടി കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വന്നു. എന്നാൽ അന്നത്തെ സബ് ഇൻസ്പെക്ടറും ഇന്ന് SP ആയിട്ട് പെൻഷൻ പറ്റിയ G. സുശീലൻ എന്ന SIയും 5-6 ഹെഡ് കോൺസ്റ്റബിളും പോലീസുകാരെല്ലാം കൂടി ആ കുട്ടിയെ ഒരു ശവപ്പെട്ടി മേടിച്ച് ഭംഗിയായി വസ്ത്രം ധരിപ്പിച്ച് ചങ്ങനാശ്ശേരി, എൻ്റെ ഇടവക ചങ്ങനാശ്ശേരി വലിയപള്ളി സിമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. അന്ന് രാത്രി ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പോയി ഒരു കുപ്പി പരാമർ മേടിച്ച് ചങ്ങനാശ്ശേരി വന്നു. ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഇളയ മകനെ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അവൻ്റെ മുത്തം കൊടുത്ത് ഹാരിസ് ലോഡ്ജിൽ മുറിയെടുത്ത് ആ റൂം നമ്പർ 13 കയറി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി. അപ്പം എൻ്റെ നിലപാടും എൻ്റെ അവസ്ഥയും കണ്ട് എൻ്റെ ജ്യേഷ്ഠനും മൂത്ത മകനും എന്തോ പന്തികേടുണ്ടോന്ന് ഞാൻ മുറിയെടുത്ത് ലോക്ക് ചെയ്തു. കയറാൻ നിർത്തി പെട്ടെന്ന് കഥ ചവിട്ടിപ്പൊളിച്ചു വന്നു. എൻ്റെ കയ്യിലിരുന്ന പരാമർ കുപ്പി മേടിച്ച് തല്ലിപ്പൊട്ടിക്കുക, എൻ്റെ കൈക്കും പിടിച്ച് പുറത്ത് കൊണ്ടുപോകും. എനിക്ക് മരിക്കാനൊത്തില്ല. അപ്പോൾ എനിക്ക് ജീവിതത്തോടൊരു വിരക്തിയായി എല്ലാം കൊണ്ടും. ഒന്നിനോടൊരു സന്തോഷമില്ലാത്തൊരവസ്ഥ. 13 അബോർഷൻ, 2 കുട്ടി മരിക്കുക. അതിനോടൊപ്പം തന്നെ ഡോക്ടർ പറയുന്നു ഇനി നിങ്ങൾ കുട്ടികളുണ്ടായാൽ ഭാര്യ മരിക്കുമെന്ന്. അതോടെ കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. എങ്കിൽ പോലും ജോലിയിൽ കയറി. ജോലിയിലായിരിക്കുമ്പോൾ വീണ്ടും മരിക്കണം എന്നുള്ള ബോധത്തോടെ കറുകച്ചാൽ ഒരു റേഷൻ കടയിൽ നിന്ന് 5 ലിറ്റർ മണ്ണെണ്ണ വാങ്ങിക്കൊണ്ട് മല്ലപ്പള്ളിയിൽ നിന്ന് ഞാൻ താമസിക്കുകയാണ്. എൻ്റെ വീട്ടിൽ കയറി കഥ കടച്ച് 5 ലിറ്റർ മണ്ണെണ്ണയും എൻ്റെ ദേഹത്തൊഴിച്ചു. തീപ്പെട്ടിക്കുള്ളിൽ ഉരയ്ക്കുകയും കഥകി ചവിട്ടിപ്പൊളിച്ച് എൻ്റെ മറ്റൊരു ചേട്ടൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനും ഒരു പാളി കഥ താഴെ പോയി. അവിടെയും മരിക്കാൻ പറ്റിയില്ല.
അപ്പോൾ 2 മരണത്തിനും എനിക്ക് മരിക്കാൻ പറ്റുകയില്ല, എൻ്റെ ആഗ്രഹം നടക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഭാര്യ ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കുട്ടിയില്ലാതെ ജീവിക്കാനും പറ്റുകയില്ല. അങ്ങനെ ഞങ്ങൾ എന്നോട് ഉഭയകക്ഷി സമ്മതപ്രകാരം ഭാര്യ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. 1993 ഫെബ്രുവരി മാസം 20-ാം തീയതി ഞങ്ങൾ വിവാഹബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, 13 വർഷക്കാലം നമ്മൾ ജീവിച്ചത്, എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. എവിടെയെങ്കിലും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് മാസത്തിലെ CSI ഗ്രൗണ്ടിൽ നടന്ന മുരിങ്ങൂർ അന്ന് പോട്ട ടീമിൻ്റെ ഒരു ധ്യാന കൺവെൻഷനിൽ ഞാൻ പോയി വെറുതെ 3 ദിവസം പോയിരുന്നു. അന്ന് ഞാൻ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ റൈറ്ററാണ്. SI ഉൾപ്പെടെ SP ഡയറക്ടറായ PV വിജയൻ ഉൾപ്പെടെ പറഞ്ഞു, ജോസഫ് പോകണം, ധ്യാനം കൂടാൻ പറഞ്ഞു. പുള്ളി എന്നെ ലീവ് എഴുതി തന്നു. ഞാൻ ഒപ്പിട്ടു, പോയിരുന്നു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും 3 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു ലീവ്. 6 ദിവസം കൺവെൻഷൻ്റെ അവസാന ദിവസം ഉച്ചയ്ക്ക് 2 മണി സമയത്ത് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ സമയത്ത് എല്ലാവരും എഴുന്നേറ്റെന്ന് പ്രൈസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയോ താഴെ കിടക്കുന്നതായിട്ട് തോന്നുന്നു. ഞാൻ 1 മിനിറ്റ് താഴെയായിപ്പോയി. എല്ലാവരും കൂടെ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആ ബ്രെഡും കരിങ്ങാലി വെള്ളവും കുടിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന 20,000 ജനങ്ങളോട് ഞാൻ സത്യം ചെയ്തു, എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള സമയം മുഴുവൻ സുവിശേഷ വേല ചെയ്ത് ജീവിച്ചു കൊള്ളാമെന്ന്. ഞാൻ 6 ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വരുമ്പോൾ 6,000 രൂപ എനിക്ക് അന്നത്തെ കൈക്കൂലിയായിട്ട് അല്ലെങ്കിൽ പോക്കറ്റ് മണിയായിട്ട് എൻ്റെ വിഹിതം ഉണ്ടായിരുന്നു. അന്നുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ ദൈവത്തെ അറിയണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി അന്ന് മുതൽ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ 2 കൊല്ലം തിയോളജി പഠിച്ചു. ചങ്ങനാശ്ശേരി അരമനയിൽ അഭിമന്യ പിതാവായിരുന്നു അന്ന് റെക്ടർ. 2 കൊല്ലം തിയോളജി പഠിച്ചു. അതിൻ്റെ എക്സാം ഞാൻ എഴുതിയില്ല. പിന്നെ ബൈബിളും അനുബന്ധ ഗ്രന്ഥങ്ങളും വാങ്ങിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വായിക്കുകയും മറ്റുള്ളവർക്കോട് ഉപദേശിക്കുകയും ചെയ്യാൻ തുടങ്ങി. കിട്ടിയ ആ പ്രചോദനം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യണം തോന്നി. വിശ്രമത്തിൻ്റെ അവസരത്തിലൊക്കെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി പോയി രോഗികളുമായി സംസാരിക്കുകയും അവരുടെ ദുഃഖം പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പോക്കറ്റിലുള്ള എന്നാൽ കഴിയുന്ന ചെറിയ ചെറിയ സംഭാവനകൾ അവർക്ക് കൊടുക്കുകയും അവരുമായി എൻ്റെ ജീവിതം പങ്കുവെക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഉത്തേജനം കിട്ടുക. അങ്ങനെ 96 മുതൽ ഞാൻ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ റൂം നമ്പർ 15 ഗ്യാലറിയിൽ ഒരു മുറി വാടകയ്ക്കെടുത്ത്, വാടക കൊടുക്കാതെ എൻ്റെ ഒരു സുഹൃത്ത് തന്നു. അവിടെ 3 നേരം ഭക്ഷണം കൊടുത്ത് രോഗികൾക്ക് ഭക്ഷണവും മരുന്നും എല്ലാം കൊടുത്ത് സംരക്ഷിച്ചു വന്നു. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പ്രവൃത്തി എന്ന് വെച്ചാൽ 2 രൂപയ്ക്ക് ഭജനോത്സവം, ഏകദേശം 1500 ഭജനോത്സവം ചങ്ങനാശ്ശേരി ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാ 2-ാം ശനിയാഴ്ചയും കോട്ടാട് ധ്യാനകേന്ദ്രത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയി. അങ്ങനെയും പോയി 50,000 രൂപ നഷ്ടമായി. അപ്പോൾ എൻ്റെ വിളി ഇതൊന്നും അല്ല എന്ന് എനിക്ക് തോന്നിയതായിട്ടാണ് ഞാൻ തിരിച്ച് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇതിലേക്ക് വന്ന് എനിക്ക് തിരിച്ച് എൻ്റെ നല്ല വിളിയാണെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ തോന്നി. രോഗികൾക്ക് ഭക്ഷണം കൊടുത്ത് ഇത് മുന്നോട്ട് പോയപ്പോൾ ചങ്ങനാശ്ശേരി നല്ലവരായ വ്യാപാരികളൊക്കെ കടന്നു വന്നു. ഞാൻ ഏകനായിട്ടാണ് ചെയ്യുന്നത്. അന്ന് ഞാൻ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു. ഞാൻ തന്നെ ബൈലോ എഴുതി ഡീലുണ്ടാക്കി ചങ്ങനാശ്ശേരിയിലെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു. അതിൻ്റെ പേരാണ് പുതുജീവൻ. പുതുജീവൻ എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ നാം എല്ലാവരും ഒരു കാലത്ത് മൂഢന്മാരും അസന്മാർഗികളും സ്വവർഗ രീതിയിൽ ഏർപ്പെട്ടവരുമാണ്. ആ ഗണത്തിൽപ്പെട്ട ഞാൻ. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട എനിക്ക് പുതുജീവൻ കിട്ടിയപ്പോൾ പുതുജീവൻ എവിടെ ആവശ്യമുണ്ട് ജീവൻ കൊടുക്കാൻ വേണ്ടി പുതുജീവൻ എന്ന് നാമകരണം ചെയ്തു ട്രസ്റ്റ് ഫോം ചെയ്തു. അങ്ങനെ 99 ആയപ്പോഴത്തേക്ക് എനിക്ക് തെരുവിൻ്റെ മക്കളിലേക്ക് ഞാൻ ഇറങ്ങി. അങ്ങനെ തെരുവിൽ നിന്ന് 10 പേരെ എടുത്ത് ഒരു അനാഥാലയം തുടങ്ങി. അപ്പോൾ എനിക്ക് ജോലിയുണ്ട്. SI പ്രൊമോഷൻ ആയപ്പോഴത്തേക്ക് ആ ജോലി 8 കൊല്ലം കൂടെ ജോലി ബാക്കി നിൽക്കെ ഞാൻ VRS എടുത്തു. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ 99 തുടങ്ങി. 2000 ഈ 4 കോടി എന്ന പ്രദേശത്ത് 3 സഹോദരങ്ങൾ 1 ഏക്കർ സ്ഥലം തന്നു, കടന്നു തന്നു. അത് കുത്തിപ്പൊക്കി അവിടെ ഒരു മാനസിക രോഗികളുടെയും അമ്മമാരാൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്നവരുടെയും ഒരു അഭയകേന്ദ്രം സ്ഥാപിച്ചു. അവിടെ ഇപ്പം 80ഓളം അന്തേവാസികളിപ്പം അവിടെയുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും സാമൂഹ്യ തിന്മകൾക്കും അടിമപ്പെട്ട് കഴിയുന്ന അനേകം ജീവിതങ്ങൾക്ക് ഈ കാലയളവിൽ ഈ കൂടാരം ഇതിനോടകം പുതുജീവൻ നൽകിക്കഴിഞ്ഞു. മനോനില തെറ്റിയ ജീവിതങ്ങൾക്ക് ശാസ്ത്രീയമായി മരുന്നുകൾ നൽകിയുള്ള ചികിത്സയും
ഇവിടെ ഇതിനോട് ചേർന്ന് ക്രമീകരിച്ചിരിക്കുന്ന ആതുരാലയത്തിൽ നൽകപ്പെടുന്നു. ചിട്ടയായ പ്രവർത്തനവും ശാസ്ത്രീയമായ ചികിത്സകളും വഴി ഇവരുടെ ഈ രോഗം ശമിക്കുകയും ഇവർ വീണ്ടും സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കടന്നുവരികയും ചെയ്യുന്നു. തികഞ്ഞ പ്രാർത്ഥനാ അന്തരീക്ഷവും സേവനങ്ങളും ഈ കൂടാരത്തിലെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു നൽകുന്നു. അപ്പം ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചപ്പോഴേ ഭാര്യ എങ്ങനെയായി? ഭാര്യ എൻ്റെ കൂടെ ഉണ്ട് ഇപ്പോൾ. സത്യം പറയുകയാണെങ്കിൽ ഒരു ഭാര്യ ആഗ്രഹിച്ചത് ഒരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ എനിക്ക് അങ്ങനെ ഭർത്താവാകാനേ പറ്റി, ചെറുതായിട്ടേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടും ഒരു ഭർത്താവിൻ്റെ ആ ലെവലിൽ നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടപ്പോൾ ഒരു ഭാര്യയെ നോക്കേണ്ട രീതിയിൽ നോക്കുവാനുള്ള സമയം എനിക്ക് കിട്ടാവുന്നതുണ്ട്. എങ്കിൽ പോലും എന്നെ എത്രത്തോളം വളർത്തിയത് എൻ്റെ ജീവിത പങ്കാളി തന്നെയാണ്. നിരന്തരമായ പ്രാർത്ഥന, ഒരു മധ്യസ്ഥ പ്രാർത്ഥന, സ്ഥാപനത്തിന് വേണ്ടി എനിക്ക് വേണ്ടി, അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം. ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്. എനിക്കൊരു മകളുണ്ട്. മകളുടെ പേര് ഹന്ന എന്നാണ്. 18 വയസ്സ്, കഴിഞ്ഞ വർഷം 18 വയസ്സായി. 18 വയസ്സായപ്പോഴത്തേക്ക് അവൾ വിവാഹം ചെയ്ത് അയച്ചു. ഇപ്പോൾ ഒരു കുട്ടിയുമുണ്ട്. കുടുംബ പ്രാർത്ഥനയുടെ നൈർമല്യവും സ്നേഹവും ഈ വ്യക്തികൾക്ക് സ്നേഹാർദ്രമായ കൂട്ടായ്മ പകർന്നു നൽകുന്നു. ഇതിനോടകം ക്രിസ്തുവിന്റെ സ്നേഹം പ്രഘോഷിക്കുന്ന നിരവധി ഗാനങ്ങൾ ഇദ്ദേഹം രചിക്കുകയും സംഗീതം നൽകുകയും അവയെല്ലാം ആൽബങ്ങളായി പുറത്തിറക്കുകയും ചെയ്തു. വചനത്തിൽ നിന്നും ദർശനങ്ങൾ സ്വീകരിക്കുകയും അവ ഹൃദയത്തിലേറ്റുവാങ്ങുകയും ആ ആത്മീയ വെളിച്ചത്താൽ സമൂഹത്തിലെ നീറുന്ന വിങ്ങലുകളിലേക്ക് ഇവർ കടന്നു ചെല്ലുകയും ചെയ്യുന്നു. അപ്പൊ അന്തേവാസികൾ എത്ര പേരുണ്ട് ഇപ്പൊ എങ്ങനെയൊക്കെ പോകുന്നത്? ആ അനുദിനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് പറയാമോ? ആരംഭിച്ചപ്പോൾ ഇതിന് 6 മാസം പ്രായമുള്ളൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇത് ഷൈനിങ് ആണ്, ഇത് നിലനിൽപ്പില്ല എന്ന് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഭൗതിക രംഗത്ത് നിൽക്കുന്നവരും ഒരു വിധി എഴുതിയിരുന്നു. 6 പോയി, 1 പോയി, 2 പോയി, 3 പോയപ്പോൾ ഇത് വളരുമെന്ന് തോന്നി. സമൂഹത്തിന് നല്ലവരെ ആൾക്കാർക്ക് തോന്നി. അവർ എൻ്റെ കൂടെ നിന്നു. അവർ കൂടെ നിൽക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അനന്തമായ ഒരു സ്നേഹം, പരിഗണന, ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ഏറ്റവും ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഉറപ്പെന്ന് പറഞ്ഞാൽ ഏലിയാവിനോട് പറഞ്ഞത് കാക്കയിലൂടെ നിനക്ക് ഭക്ഷണം തരും. എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഏക കാര്യം അതാ. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ കാക്ക മനുഷ്യൻ്റെ അപ്പം പിടിച്ചു പറിക്കുന്നവനാണ്, തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോകുന്നവനാണ്. അവനെപ്പോലും നിനക്ക് വേണ്ടിയാണ് കരുതിയതെന്ന് ആ വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി. ആ ബോധ്യത്തിലാണ് ഈ സ്ഥാപനം വന്നത്. ഇന്ന് ഈ സ്ഥാപനത്തിന് സംബന്ധിച്ച് വിദേശ ഫണ്ടില്ല, സർക്കാരിൻ്റെ ഗ്രാൻഡ് ഇല്ല, ടോൾ വേ ഇല്ല, ഒന്നുമില്ല. 27 സ്റ്റാഫുണ്ട്. കൂടാതെ 65 കിടക്കളോടിയ അതിമനോഹരമായ ഒരു മാനസിക രോഗികളെ ചികിത്സിക്കുവാനുള്ള ആശുപത്രിയുണ്ട്. അവിടെ ലഹരി വിമുക്ത ചികിത്സയും നടക്കുന്നു. 24 മണിക്കൂറും ഡോക്ടറുണ്ട്, സ്റ്റാഫുണ്ട്, എല്ലാമുണ്ട്. ഇപ്പോൾ ഇത്രയും നാളത്തെ ശുശ്രൂഷയിൽ ധാരാളം പേര് അവിടെ വന്ന് കടന്നുപോയി കാണണം, മാനസിക രോഗികളായിട്ടുള്ളവരും അല്ലാത്തുള്ളവരും. അപ്പോൾ അതിൽ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചില വ്യക്തികൾ കാണുമല്ലോ, നമ്മുടെ ഉള്ളിലെ സ്പർശിച്ച, അത് 1-2 സംഭവങ്ങൾ അങ്ങനെ പറയാമോ? നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ കാഴ്ചപ്പാട് മറ്റ് ശുശ്രൂഷ ചെയ്യുന്നവരിൽ നിന്നും വ്യത്യസ്തമാണ്. തെരുവിൽ നിന്ന് ഉള്ളവരെ മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ, അവരാണ് അർഹതപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അല്ല, തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് 100 പേര് ചായ മേടിച്ചു കൊടുക്കും, ആഹാരം മേടിച്ചു കൊടുക്കും. വർഷങ്ങളായി ചങ്ങലയിൽ ഒരു വീടിൻ്റെ ഒറ്റമുറിക്കുള്ളിൽ കഴിയുന്ന 100 കണക്കിന് രോഗികളുണ്ട്. അവരെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഒരു പൊതു കാഴ്ചപ്പാട്, സമൂഹത്തിൻ്റെ പൊതു നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഏറ്റെടുത്ത് അവരുടെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു പുതുജീവൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചങ്ങനാശ്ശേരി ട്രാഫിക് ഐലൻഡിൻ്റെ സമീപത്ത് ഒരു വ്യക്തി
അതിഭയങ്കരമായ രീതിയിൽ ബഹളമുണ്ടാക്കുന്നുവെന്നും പറഞ്ഞ് എന്നെ അറിയാവുന്ന ഒരാൾ വിളിച്ചു പറയുന്നു. ഞാനും സഹപ്രവർത്തകരും പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹത്തെ ഏകദേശം ഒരു 3 മാസക്കാലം ഇവിടെ ചികിത്സിച്ചു. അന്നും ആശുപത്രിയില്ല, പുറത്തു കൊണ്ടുപോയി ചികിത്സിച്ചു, ഭേദമാക്കി. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് എല്ലാം പറഞ്ഞു തന്നപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ അമേരിക്കയിൽ ജോലി ചെയ്യുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അളിയൻ ചെന്നൈയിൽ ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ജോലി ചെയ്യുന്ന DYSP ആണ്. അപ്പോൾ DYSP എന്നെ വിളിച്ചു, ഞാൻ നമ്പർ കൊടുത്തു, എന്നെ വിളിച്ചു. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തി. ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോയി. ഒത്തിരി സന്തോഷമാണ്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. എങ്കിലും ഇത്രയും ഉന്നതനായ ഒരു വ്യക്തിയെ ദൈവത്തിലൂടെ, ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തി, ഒരു വിജാതീയനാണ്. പക്ഷേ നമ്മുടെ കഴിവുകൾക്ക് അപ്പുറം ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് അവന് സൗഖ്യം കിട്ടിയപ്പം ഒത്തിരി സന്തോഷമുണ്ടായി. വാസ്തവത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കർത്താവിൻ്റെ അടുക്കലും ചെന്നല്ലോ പോലീസുകാർ. അപ്പോൾ അവരോട് പറഞ്ഞല്ലോ നിങ്ങൾ വേതനം കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൈക്കൂലിയാണ്. രണ്ടാമത് മറ്റു പല രീതികൾ. ഇതിലൊക്കെ ആയിരുന്ന ഒരു പോലീസുകാർ കർത്താവിൻ്റെ സ്പർശനം കിട്ടി ഇതിലേക്ക് വന്നപ്പോഴേ ഇതിലൂടെ അനുഭവിച്ച ഈ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് തുടരാനായിട്ട് സഹായിച്ച കാര്യങ്ങളെന്ന് പറയാമോ? എന്നെ സഹായിച്ച ദൈവം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 28 കൊല്ലത്തെ സർവീസാണ്. എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്മാരായാലും കൊള്ളാം, രാഷ്ട്രീയത്തിലുള്ളവരായാലും കൊള്ളാം, എല്ലാവരും ഒരു മാൻ പവർ എനിക്ക് കിട്ടി. എനിക്ക് തന്നെ അതിൻ്റെ ട്രെയിനിങ്, പോലീസിൻ്റെ ട്രെയിനിങ്, ആ ഡിസിപ്ലിൻ നന്മയിലേക്ക് തിരിച്ചു വിട്ടപ്പോൾ അത് ജാതിഭേദമന്യേ എല്ലാവർക്കും നന്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. എനിക്ക് എവിടെ ചെന്നാലും ഏത് പോലീസ് ഉദ്യോഗസ്ഥനിൽ ചെന്നാലും എനിക്ക് സഹായം കിട്ടും. അപ്പം അങ്ങനെ ഈ ചങ്ങനാശ്ശേരി തന്നെ പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ചുറ്റുപാടുമായിട്ട് 5 പോലീസ് സ്റ്റേഷനുണ്ട്. അവിടുന്ന് എല്ലാ ആൾക്കാരും കൊണ്ട് എൻ്റെ അടുക്കലോട്ട്. കാരണം മറന്നുമല്ല, മതിയായ സംരക്ഷണം, ശരിയായ ചികിത്സ എല്ലാം കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ പോലീസിൻ്റെ ജീവിതം കൊണ്ടാണ് എനിക്കത് വലിയൊരു എനർജിയാണ്. ദൈവത്തിൻ്റെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ എനർജി അതാണ്. വാസ്തവത്തിൽ തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ച സാവോള് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ 28 വർഷത്തെ സേവനം കൊണ്ടും അവിടെ കിട്ടിയ അനുഭവ സമ്പത്ത് കൊണ്ടും ഇന്ന് കർത്താവിൻ്റെ മക്കളെ തെരുവിൽ നിന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും എടുത്ത് ദൈവത്തിൻ്റെ എങ്ങനെ ദൈവം അവരെ വിലമതിക്കുന്നു എന്ന് കണക്കാക്കി അതിലൊട്ടും കുറവ് വരുത്താതെ മനോഹരമായി ശുശ്രൂഷിക്കാൻ സാധിക്കുന്ന ജോസഫേറിൻ്റെ ശുശ്രൂഷ രീതികൾ അനേകർക്ക് പ്രചോദനമാകും. തീർച്ചയായിട്ടും ഈ അനുഭവ സമ്പത്ത് ദൈവരാജ്യത്തിൽ അനേകരെ ഉയർത്തുവാൻ കാരണമാകും. ഷാലോം ടിവിയോട് ഇത്രയും സ്നേഹം സഹകരിച്ച അങ്ങയുടെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാം ക്രിസ്തുവിനെ പ്രതിയും എല്ലാം ക്രിസ്തുവിനു വേണ്ടിയും എല്ലാം ക്രിസ്തുവിലൂടെയും ചെയ്യുന്ന ഈ ജീവിതം തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള യഥാർത്ഥ ഔഷധം സുവിശേഷത്തിന്റെ സന്തോഷമാണ് എന്ന് ഈ വ്യക്തിയും കൂട്ടായ്മയും കാണിച്ചു തരുന്നു. സുവിശേഷത്തിന്റെ സന്തോഷം കാരുണ്യമായി പ്രഘോഷിക്കുന്നവരുടെ കാലുകളും അവർ നടന്നു നീങ്ങുന്ന വഴികളും എത്രയോ മനോഹരമെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ മടങ്ങുന്നു. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യ